രാജ്യത്തെ തന്നെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം VVIP മണ്ഡലം ആയേക്കാവുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് അടുത്ത നമ്മുടെ വിശകലനം. അവിടെ ആരാണ് മുന്നിലെന്ന ചോദ്യം അദ്ദേഹം വരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നേരത്തെ തന്നെ വലിയ UDF മുന്നേറ്റമുള്ള ഒരു സ്ഥലമായ സാഹചര്യത്തിൽ ആരാണ് മുന്നിലെന്ന ചോദ്യം ഉത്തരം വളരെ എളുപ്പത്തിൽ പറയാവുന്നതാണ്. വയനാട് UDFിൻ്റെ ശക്തി കേന്ദ്രമാണ്. MI ഷാനവാസ് ജയിച്ചതാണ് 2014. അദ്ദേഹം അന്തരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണിത്. കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലം എന്ന നിലക്കാണ് വയനാടിനെ നമ്മൾ കാണുക. 2014 വിധി ഇങ്ങനെയായിരുന്നു. 3,56,165 വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് വേണ്ടി സത്യൻ മൊഗേരി നേടിയത്. MI ഷാനവാസ് 3,77,035 വോട്ടുകൾ സമാഹരിച്ചു. 20,870 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഷാനവാസ് കഴിഞ്ഞ തവണ വിജയിച്ചത്. PR റംസിൽനാഥ് എന്ന നേതാവായിരുന്നു NDAക്ക് വേണ്ടി BJPക്ക് വേണ്ടി മത്സരിച്ചത്. 80,782 വോട്ടുകൾ അവർക്ക് ഉണ്ട് എന്ന കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. വയനാട്ടിൽ BJPക്ക് വോട്ടുണ്ട്, അത്രയും വോട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികൾ അതിനു മുമ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധി ഇങ്ങനെയായിരുന്നു. മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, തിരുവമ്പാടി, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് എന്നിവയാണ് ഈ മണ്ഡലത്തിനകത്തെ നിയമസഭാ മണ്ഡലങ്ങൾ. 17,955 എന്ന താരതമ്യേന ചെറിയ ഭൂരിപക്ഷം അവിടെ UDFന് ഉണ്ട്. വയനാട്ടിൽ ഇപ്പോഴത്തെ ചിത്രം ഇങ്ങനെയാണ്. ഇത് ദേശീയ ശ്രദ്ധ നേടാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിലേക്ക് വരാവുന്ന വിധം രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ നല്ല സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 99.99% അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി. PP സുനീർ CPI നേതാവ് അവിടെ അദ്ദേഹത്തെ എതിരിടുന്നു. ആൻഡോ അഗസ്റ്റിൻ എന്ന നേതാവാണ് BDJSൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുക. വ്യക്തിപരമായ സവിശേഷതകളിലേക്ക് കൂടെ പോകാം. അതൊരു പതിവ് നമ്മളെല്ലാത്തിനും കൊടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൂടെ അത് കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയ മൂല്യം. താരമൂല്യം എന്നത് പ്രത്യേകമായി പറയേണ്ടതില്ല. മണ്ഡലം നൽകുന്ന സുരക്ഷിതത്വം എന്നത് രാഹുൽ ഗാന്ധിയുടെ പേരിന് ശേഷം താഴെ എഴുതി വെക്കുന്നത് ഒരുപക്ഷെ ഒരു അഭംഗിയായി തോന്നാം. പക്ഷേ അതിൻ്റെ ഒരു സാങ്കേതികത അങ്ങനെയാണ്. അങ്ങനെ 3 പോയിന്റുകൾ തന്നെ എഴുതേണ്ടതുണ്ട്. അതുകൊണ്ടാണത്. PP സുനീർ യുവ നേതാവാണ് എന്നത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കണക്കാക്കിയിരുന്നു. CPIയുടെ ന്യൂനപക്ഷ മുഖമാണ് അദ്ദേഹം. മലപ്പുറം സ്വാധീനം, മലപ്പുറത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മലപ്പുറം നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു സ്വാധീനം പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി വരുന്നു എന്ന കാര്യത്തിൽ ആൻഡോ അഗസ്റ്റിൻ ആണ് വയനാട്ടിലെ BDJ സ്ഥാനാർത്ഥി. ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. പ്രാദേശിക ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് സംഘാടനം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് നേരെയുണ്ട്. രാഹുൽ ഗാന്ധി തന്നെയും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും നമ്മൾ കരുതുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വരവിനെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വരവുണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാക്കുകളിലേക്ക്, ഇന്നത്തെ ആ ബൈറ്റുകളിലേക്കൊന്ന് പോയി വരാം. കേരളത്തിൽ തന്നെ മത്സരിക്കണമെന്ന് വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. നാളെ ചേരുന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്നുള്ളത് കേരള ജനതയുടെ ഒരു പൊതു ആവശ്യമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ പ്രസ്താവനയിൽ നിന്ന് മാത്രമാണ് എനിക്ക് അക്കാര്യം മനസ്സിലായിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതേക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആരോടും അങ്ങനെ ആ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത് കർണാടകമാണോ, തമിഴ്നാടാണോ, കേരളമാണോ എന്ന് അദ്ദേഹം ഇനിയും വ്യക്തമാക്കത്തിടത്തോളം കാലം അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം ഇപ്പോഴുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, 99.99% സാധ്യത രാഹുൽ ഗാന്ധി അവിടേക്ക് വരാനാണ് എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ PC ചാക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നു എന്ന ആവശ്യമാണ് പറയുന്നത്. അദ്ദേഹം വന്ന് മത്സരിക്കുമെന്നല്ല. രാഹുൽ ഗാന്ധി മത്സരിക്കാതിരിക്കാനുള്ള സാധ്യത ഇപ്പോഴും താങ്കൾ കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അനുകൂല ഒരു സൂചന കിട്ടാതെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഇന്നലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും പറഞ്ഞു. മുല്ലപ്പള്ളി പറഞ്ഞത് ഇന്ന്
തീരുമാനം ആകുമെന്ന് പറഞ്ഞു. നമുക്കറിയാം ഇന്ന് രാവിലെ ഒരു ലിസ്റ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് നേരത്തെ തീരുമാനിച്ചത് പുറത്തു വന്നു. ആ കൂട്ടത്തിൽ വയനാടില്ല, വടകരയില്ല. സ്വാഭാവികമായിട്ടും ഇനി എന്താണെങ്കിലും വയനാടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PC ചാക്കോ പറഞ്ഞത് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഒരു ശരിയായ കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു അറിവുമില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുമോ, അദ്ദേഹം അങ്ങനെ സൂചന കൊടുത്തതായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് പ്രഖ്യാപനം വന്നാലേ പുള്ളിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല സൂചന കിട്ടാതെ ഇവരാരും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം വന്നിട്ട് മത്സരിക്കാതിരുന്നാൽ അല്ലെങ്കിൽ രാഹുൽ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിനും UDF-നും തന്നെയാണ് ദോഷകരമാകുക എന്ന കാര്യത്തിലും സംശയമില്ല. ശ്രീ KJ ജേക്കബ്, ഇവിടെ ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് കേരളം വേദിയാകുന്നു. 5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. 20 സീറ്റുകളും തൂത്തുവാരുമെന്ന അവകാശവാദം ഉന്നയിക്കപ്പെടുന്നു. അതേസമയം നിങ്ങൾ ആരെയാണ് മുഖ്യ എതിരാളിയായി കാണുന്നത് എന്ന ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള, തെരഞ്ഞെടുപ്പിന് ശേഷം പോലും പ്രാധാന്യമുള്ള രാഷ്ട്രീയ ചോദ്യം ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഇദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് എന്ന് അവിടെ ക്യാമ്പയിൻ തന്നെയും തുടങ്ങിയിരിക്കുന്നു BJP-യും സ്മൃതി ഇറാനിയും. നമ്മുടെ മുന്നിൽ ഇതുവരെ അദ്ദേഹം അങ്ങനെ മനസ്സ് തുറന്നിട്ടില്ല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്കിതിനകത്ത് വളരെ പ്ലെയിനായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അമേഠിയിൽ പരാജയപ്പെടും എന്നുള്ള ഭീതി കൊണ്ടല്ല രാഹുൽ ഗാന്ധി വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നോക്കുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി അതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിട്ടില്ല. അതിൽ അന്നേരമില്ലാത്ത ഒരു പുതിയ ഭീതി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ വന്നു കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഒരു തരത്തിലുള്ളൊരു സൗഹൃദ മത്സരമായിരുന്നു കേരളത്തിലെ LDF-ഉം UDF-ഉം തമ്മിൽ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം UDF-ൻ്റെ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളെ അധികം കടന്നാക്രമിക്കാത്ത ഒരു നിലപാടായിരുന്നു ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നത്. ശബരിമല വിഷയത്തിൽ പോലും UDF-നെ വളരെ കടന്നാക്രമിക്കുക LDF അവരുടെ നിലപാട് കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇനി പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ആ കളി മാറും. അപ്പോൾ പോരാട്ടം നേരിട്ട് തന്നെയാണ്, നയങ്ങൾ നേരിട്ട് തന്നെയാണ് വരിക. എന്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിന് പുറത്തു നിന്ന് നടത്തുന്ന എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം ആക്രമിക്കുന്നത് മുഴുവൻ ക്രോണി ക്യാപിറ്റലിസത്തെയാണ്, ഈ ചങ്ങാത്ത മുതലാളിത്തത്തെയാണ്, നാടിൻ്റെ പണമെടുത്ത് മുതലാളിമാർക്ക് കൊടുക്കുന്ന BJP-യുടെ നയത്തെയാണ് അദ്ദേഹം എതിർക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ വന്നു കഴിയുമ്പോൾ ഇതേ ചോദ്യം അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. എന്താണ് കോൺഗ്രസ് സർക്കാരുകൾ ഇത്രകാലം ചെയ്തുകൊണ്ടിരുന്നത്? ഈ ക്രോണി ക്യാപിറ്റലിസം ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നുള്ള ചോദ്യം ഇടതുപക്ഷത്തിന് ചോദിക്കേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് ഫൈറ്റ് വളരെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്ന ഒരു സീനാണ് ഞാൻ കാണുന്നത്. അതല്ലായിരുന്നെങ്കിൽ മതേതരത്വം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ചെലവിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ പോകുമായിരുന്നു. കോൺഗ്രസ്സുകാർ അതിന് ഉത്തരം പറയാതെ പോകുമായിരുന്നു. അവർക്കത് രക്ഷപ്പെടാമായിരുന്നു. കേരളത്തിൽ ഇനി ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ ചോദ്യം, കാരണം അവർക്ക് വേറെ വഴിയില്ല, അവരെ ഈ ചോദ്യങ്ങൾ കോൺഗ്രസിനോട് ചോദിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത്. അതല്ല എങ്കിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധിക്ക് വരേണ്ട ആവശ്യമില്ല. ഇടതുപക്ഷ നയങ്ങളെ ആക്രമിക്കുന്നു, ഇടതുപക്ഷ നയങ്ങളോടും ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറയേണ്ടി വരിക. ആ നയങ്ങൾ ഏതൊക്കെയാണ്, അതിൽ കോൺഗ്രസ് നിലപാട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസ് നിർബന്ധിക്കപ്പെടും. ഈ ചോദ്യം ചോദിക്കാൻ ഇടതുപക്ഷവും നിർബന്ധിക്കപ്പെടും. അതിൻ്റെ അപ്പുറത്തേക്ക് പക്ഷേ എങ്കിൽ ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നതിന് മുമ്പേ കേരളത്തിലെ നേതാക്കന്മാർ എന്തിനാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ സൂചനകളുടെ പുറത്തല്ലല്ലോ ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മത്സരിക്കണോ വേണ്ടിയോ എന്ന് സംസ്ഥാന അധ്യക്ഷന്മാർ പ്രഖ്യാപിക്കുക. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ നമ്മളത് കാണാറുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഈ തലയിരിക്കുമ്പോൾ വാലാടുന്ന പരിപാടി എന്നൂട്ടാണ് കോൺഗ്രസ്സുകാർ തുടങ്ങിയത്. സൂചനകളുടെ പുറത്തല്ല. ഇപ്പോൾ ആ സൂചനകളുടെ പുറത്താണ് BJP-യുടെ IT സെൽ തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പേടിച്ചോടി എന്നുള്ളത്. അത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ക്ഷീണം എന്താണെന്നാണ് സണ്ണിക്കുട്ടി അബ്രഹാം പറയാനുള്ളത്. സൂചനകളുടെ പുറത്തല്ല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ടത്, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്, പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൊടുക്കേണ്ടത്. അത് രാഷ്ട്രീയപരമായ തീരുമാനങ്ങളാണ്. അപ്പം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് തമ്മിലുള്ള ഗ്രൂപ്പ് കളി, അതിൻ്റെ അകത്തുള്ള വണ്ണപ്മാൻഷിപ്പ്, ഈ ഗെയിമിൽ രാഹുൽ ഗാന്ധിയെ വലിച്ചിടുകയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചെയ്തെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധി വരട്ടെ, അദ്ദേഹത്തോട് ചോദിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷങ്ങൾക്ക് ഉണ്ട്, കേരളത്തിൽ അദ്ദേഹം രാഷ്ട്രീയ എതിരാളികൾക്കുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു സമയവും അതിൻ്റേതായ ഒരു സാധാരണ
സാധാരണ രീതികളൊക്കെ ഉണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഉപരി അവരുടെ വണ്ണപ്മാൻഷിപ്പ് കളികളും അവരുടെ ഗ്രൂപ്പ് കളികളും ഒക്കെയാണ് പ്രധാനം എന്നുള്ളതാണ് ഇപ്പോൾ PC ചാക്കോയുടെ വർത്തമാനത്തിൽ നമുക്കത് വളരെ പ്രകടമാണ്. അത് ആ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജേക്കബ് താങ്കളിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഞാൻ താങ്കളിലേക്കാണ് വരിക ആ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ NP ചേക്കുട്ടി, ഇവിടെ ആരാണ് മുന്നിലെന്ന് നമ്മുടെ ചോദ്യം പ്രസക്തമേ അല്ല. ഇവിടെ വയനാട്ടിൽ പ്രത്യേകിച്ച് ഒരു വയനാട് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു വിഷയവുമല്ല. ശ്രീ KJ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തോട് സൗമ്യമായിട്ടുള്ളൊരു അടുപ്പം സൂക്ഷിക്കുന്ന ദേശീയ തലത്തിൽ അതിന് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുമുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നത് ഒരു അത്ഭുതകരമായി തോന്നും, അല്ലെങ്കിൽ ഒരു കൗതുകകരമായിട്ടെങ്കിലും തോന്നും. അതിന് സാധ്യതയില്ല എന്ന സൂചനയായിട്ട് വേണമോ PC ചാക്കോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ കാണാൻ? ഇപ്പോഴും മത്സരിക്കും എന്ന കാര്യം ഉറപ്പിച്ച് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് രണ്ട് പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ആരോടാണ് മത്സരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുഖ്യ എതിരാളി ആരാണ്? നമ്മളൊക്കെ കരുതിയത് അദ്ദേഹം ഇന്ത്യയിലെ സംഘപരിവാർ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, അതിൻ്റെ ഏറ്റവും എന്താ പറയുക, പോരാളി വിഭാഗത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന ആളായിട്ടാണ്. പക്ഷേ അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് അവിടെ സംഘപരിവാരത്തിൻ്റെ ആരോട് അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ പറ്റും വയനാട്ടിൽ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു മത്സരം നടത്തുന്നത് വഴി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഫോക്കൽ പോയിന്റ് ഇല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് മാറിയിട്ട് വളരെ പെരിഫറലായിട്ടുള്ളൊരു ഇഷ്യൂ, ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു തരത്തിലും ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോ ഇന്ത്യൻ ദേശീയ പാരമ്പര്യങ്ങൾക്ക് ഒരു എതിരുള്ള പ്രസ്ഥാനമല്ല. അപ്പം സ്വാഭാവികമായിട്ടും ബംഗാളിലും ത്രിപുരയിലും തകർന്നു കിടക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കേരളത്തിലും കൂടി തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രാഹുൽ മാറുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഒന്നാം UPA കാലത്ത് 2004 ആ UPA സർക്കാരിന് ശക്തമായി പിന്തുണ നൽകുകയും അതിനൊരു ക്ലാരിറ്റി കൊടുക്കുകയും ചെയ്തത് ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2009 അവർ തിരിച്ചു വരാൻ പറ്റിയത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പം അദ്ദേഹം വയനാട്ടിൽ വന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ടാക്കും. അദ്ദേഹം കൂടുതൽ രണ്ടാം UPAക്ക് പറ്റിയ ഒരു തരത്തിലുള്ള ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് മൻമോഹൻ സിംഗ് വലിയ ആപത്തുണ്ടാക്കിയത്, അതാണ് പിന്നീടുള്ള അഴിമതിയുടെ വളർച്ചയ്ക്കിടയാക്കിയത്. ആ ഒരു ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ആളുകൾ കേരളത്തിലെ KPCC നേതാക്കളാണെങ്കിൽ അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ചെയ്യുന്നത്, അവർ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. അവിടെ അമേഠിയിൽ ശ്രീലാൽ, താങ്കൾക്കത് കുറെ കൂടെ വിശദമാക്കാനാകും. അമേഠിയിൽ ഇവിടെ ഈ പറയുന്ന തരത്തിലുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരം ഘടകങ്ങൾ ശ്രീ NP ചേക്കുട്ടിയും ജേക്കബും സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങളുണ്ട്. താനും രാഹുൽ ഗാന്ധി പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? സനീഷ്, അമേഠിയിൽ രാഹുൽ ഗാന്ധി കാര്യങ്ങൾ അത്ര ശുഭകരമൊന്നുമല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് 5 നിയമസഭാ മണ്ഡലങ്ങളാണ് അമേഠിയിലുള്ളത്. കാലങ്ങളെ അമേഠി അടക്കം BJPയുടെ കയ്യിലാണ്. അമേഠി നിയമസഭാ മണ്ഡലം അടക്കം BJPയുടെ കയ്യിലാണ്. ഗരിമ സിംഗ് ആണ് അവിടെ വിജയിച്ചത്. കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയിട്ടാണ് മത്സരിച്ചത്. അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ അമേഠിയിലെ നിയമസഭാ മണ്ഡലമായ അമേഠിയിൽ കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥി പോലും ഉണ്ടായി. അങ്ങനെയാണ് BJPയോട് ജയിച്ചതും കോൺഗ്രസ് സഖ്യ സമാജ്വാദി പാർട്ടിയും തോറ്റത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി ജയിക്കും, അങ്ങനെ വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അങ്ങനെ ജയിച്ചാൽ പോലും അത് സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും ഔദാര്യത്തിൻ്റെ പുറത്താണ് എന്നുള്ളത് മറക്കാതിരിക്കുക കോൺഗ്രസ്സുകാർ എന്നുള്ള ഒരു കാര്യം. 2, നമ്മളിപ്പോൾ കണ്ടതുപോലെ ഈ രാഹുൽ ഗാന്ധിയുടെ പേരിലും ഞാൻ ആവശ്യപ്പെട്ടു എന്ന് രമേശ് ചെന്നിത്തല, ഞാൻ ആവശ്യപ്പെട്ടു എന്ന് ഉമ്മൻചാണ്ടി, ഞാൻ ആവശ്യപ്പെട്ടു എന്ന് PCC പ്രസിഡന്റ്, ഇങ്ങനെ പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ പോലും രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഘടകം. ഇനി മൂന്നാമത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുമോ വയനാട് മണ്ഡലത്തിലെ സർപ്രൈസ് എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യമായി വരുന്നു. BDJSനാണ് ഇപ്പോൾ ആ മണ്ഡലം നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ BJP ആ മണ്ഡലം തിരിച്ചെടുത്ത് ദേശീയ തലത്തിലുള്ള ഏതെങ്കിലും നേതാവിനെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമോ എന്ന ചോദ്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ BJP ആ മണ്ഡലം ഏറ്റെടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഒരു പ്രമുഖ നേതാവിനെ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യങ്ങൾ നിൽക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ അവിടെ മത്സരമില്ല, രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് സന്ദേശമാകും അത് നൽകുക? രാഹുൽ ഗാന്ധിക്ക് BJPയെ നേരിടണമെങ്കിൽ ഇതിനേക്കാൾ നല്ലത്
കർണാടകമായിരുന്നു. കർണാടകത്തിലെത്തിയിരുന്നുവെങ്കിൽ കുറേ കൂടെ വലിയ ഒരു വിജയം അല്ലെങ്കിൽ ഒരു ചർച്ചയും ആ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ കുറച്ചുകൂടെ വലിയ ഒരു തരംഗമുണ്ടാക്കി മുന്നോട്ട് പോകുന്നതിന് സഹായമാകുമായിരുന്നു. അല്ലെങ്കിൽ കൂടുതൽ കേരളത്തെക്കാൾ എന്തുകൊണ്ടും കൂടുതൽ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പോകുന്നില്ല? അവിടെ ആ മണ്ഡലം ഇതിൽ ജയിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ അടുത്ത മണ്ഡലങ്ങളിൽ സ്വാധീനമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാക്കാൻ ആകുമായിരുന്നു. അതെല്ലാം വിട്ടിട്ട് വലിയൊരു സേഫ് സീറ്റിലേക്ക് തന്നെ രാഹുൽ ഗാന്ധി വരുമ്പോൾ തീർച്ചയായും അമേഠിയിൽ ഉയരുന്ന ചോദ്യത്തിന് മറുപടി പറയുക എളുപ്പമാകില്ല. അതാണ് ഞാൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് കുറെ കൂടെ സമയമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന പത്തനംതിട്ട മണ്ഡലം നമ്മൾ എന്തായാലും അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വയനാട് തന്നെ ചർച്ച ചെയ്ത് പോകേണ്ടുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. രാജീവ്, ഇവിടെ PC ചാക്കോ ഒരു എതിരഭിപ്രായം പറയുന്നതായിട്ടാണല്ലോ എനിക്ക് തോന്നിയത്. അങ്ങനെയാണ്. ആ തരത്തിൽ ഇനിയും സംശയിക്കാവുന്ന കാര്യങ്ങളുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ചോദിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടോ? ഇതിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കാണോ ഈ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്? ഗ്രൂപ്പ് വഴക്ക് എന്നുള്ളത് മാത്രമല്ല, ഇതിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് മത്സരിക്കുമ്പോൾ AICC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന മുഖം, ഇതെല്ലാം ആകുന്ന ഒരു നേതാവിൻ്റെ മത്സരക്കാര്യത്തിൽ കേരളത്തിലുള്ള ചില നേതാക്കൾ ആവശ്യം അങ്ങോട്ട് ഉന്നയിക്കുക, എന്നാൽ അവിടെ നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം അതിനനുസരിച്ച് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഒരു ഗുണപരമായ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ BJP ദേശീയ തലത്തിൽ അത് സ്മൃതി ഇറാനിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ക്യാമ്പയിനിങ് തുടങ്ങിക്കഴിഞ്ഞു. അവരുടെ ക്യാമ്പയിനിങ് ഭാഗ് രാഹുൽ ഭാഗ്, ഓടിക്കോളൂ എന്ന്, അല്ലെങ്കിൽ ഓട് രാഹുൽ ഓട് എന്ന രീതിയിലുള്ള ക്യാമ്പയിനിങ് തുടങ്ങിക്കഴിഞ്ഞു. അത്തരം ഒരു ക്യാമ്പയിനിങ് തുടങ്ങി വെക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ പോലും ഇതുവരെ പറയാത്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു ക്യാമ്പയിനിങ് തുടങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ട മറ്റൊരു വാർത്ത, സ്മൃതി ഇറാനി വയനാട്ടിലേക്കും മത്സരിക്കാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. അത് വയനാട്ടിലേക്ക് മത്സരിക്കാൻ തയ്യാറായി വരുന്നെങ്കിൽ കഴിഞ്ഞ അല്ലെങ്കിൽ വടകര മണ്ഡലത്തിലോ അല്ലെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിലോ ഒക്കെ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് BJP നേടിയ ഒരു മണ്ഡലമാണ്. അത്ര വലിയ ഒരു മുഖമൊന്നുമല്ലാത്ത റംസൽനാഥ് മത്സരിച്ച് നേടിയ BJP ഏതാണ്ട് 80,000 വോട്ട് നേടിയ ഒരു മണ്ഡലമാണ് വയനാട്. ഇതൊക്കെ മറ്റൊരു കാര്യം. ഏതായാലും പക്ഷേ PC ചാക്കോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എടുത്ത സമീപനത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസവും അദ്ദേഹത്തിന്റെ എതിർപ്പും പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ അല്പം മുമ്പ് PC ചാക്കോയിൽ നിന്ന് കണ്ടത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുള്ള കാര്യം മാത്രമേ എനിക്കറിയാവൂ. അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്നോ രാഹുൽ ഗാന്ധിയിൽ നിന്നോ അത്തരം ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും PC ചാക്കോ അവിടെ ഡൽഹി കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ നേതൃത്വവുമായി, കേന്ദ്ര നേതൃത്വവുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. എന്നിട്ടും അദ്ദേഹം ഇത് പറയുമ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ ആലോചന നടക്കുന്നുണ്ടാകും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ രീതിയിലുള്ള പ്രതികരണവും ആവശ്യവും ഉന്നയിച്ചതിലുള്ള അതൃപ്തിയും അല്ലെങ്കിൽ എതിർപ്പും പ്രകടിപ്പിക്കുന്നതാണ് PC ചാക്കോയുടെ വാക്ക്. അതാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇവിടെ എന്തിന് വയനാട്ടിൽ മത്സരിക്കണം എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ. എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് എന്നൊരു ചോദ്യം വന്നാൽ എന്തായിരിക്കും? അതായത് ഈ അദ്ദേഹം എതിരിടുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറയുന്ന ആ പ്രത്യയശാസ്ത്രപരമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന BJP അല്ല ഇവിടുത്തെ ഘടകം. കേരളത്തിൽ വയനാടാണെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളിയുള്ള സ്ഥലമല്ല. അമേഠിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അദ്ദേഹം എന്ന പ്രതികരണം വരും. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ ഒരു ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണോ? അതിലെ അതൃപ്തി അദ്ദേഹത്തിലൂടെ PC ചാക്കോയിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടതാണോ? ആ പ്രകടിപ്പിച്ചത് ദേശീയ നേതൃത്വം തന്നെയാണോ? സനീഷേ, രാഹുൽ ഗാന്ധി എന്തിന് വയനാട്ടിൽ മത്സരിക്കണം? അതിനുള്ള ഒരു ഉത്തരം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട്ടിൽ മത്സരിച്ചു കൂടാ? ഞാൻ 2-3 പോയിൻ്റ് അതിനകത്ത്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഇതിനെ കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കുണ്ട്. അതായത് വയനാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തന്നെ വലിയ പോര് നടന്ന ഒരു സംഭവം നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ചോദിച്ചു, അതിന്മേലുള്ള ആർക്കെങ്കിലും സ്കോർ ചെയ്യാനാണെങ്കിൽ AICC പ്രസിഡൻ്റായ ഈ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ഒന്നും AICC പ്രസിഡന്റ് ആയതുപോലെ അല്ല. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ നമുക്കറിയാം, VM സുധീരനൊക്കെ വന്ന രീതി അറിയാം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി അവരൊക്കെ നന്നായിട്ട് ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പേരിൽ അവർ ഗ്രൂപ്പ് രാഷ്ട്രീയം കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോഴും രാഹുൽ ഗാന്ധിയുടെ മത്സരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പത്രവാർത്തകളുടെയും ടെലിവിഷൻ ചർച്ചകളുടെയും അതിൽ പങ്കെടുത്തതിൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറഞ്ഞത്. അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ. പക്ഷേ രാഹുൽ ഗാന്ധിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇപ്പോഴത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഗ്രൂപ്പ് മാനേജർമാർ അവരുടെ ഗ്രൂപ്പ് താല്പര്യം കളിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു തീരുമാനത്തെ ഒരു സൂചന കിട്ടുമ്പോൾ തന്നെ BJPയുടെ ഒരു ബൂത്ത് പ്രസിഡന്റിന് പോലും പറയാവുന്നൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിലും വഡോദരയിലും പിന്നെ മോഡി മത്സരിച്ചത്? വഡോദര അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്താണ്. തോൽക്കുമെന്ന് പേടിച്ചിട്ടാണോ? അതോ എന്തുകൊണ്ട് വാരണാസിയിലേക്ക് പോകുന്നു? വാരണാസിയിലേക്ക് പോകുന്നതിന് പ്രത്യേക രാഷ്ട്രീയം ഉണ്ടായിരുന്നു.
ഒരു ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് മുന്നോട്ട് രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ വാരണാസിയിൽ മത്സരിക്കുന്ന അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ സൗത്തിലോ എവിടെ ബാംഗ്ലൂർ നഗരത്തിലെ ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് വിചാരിക്കുന്നു. വാരണാസിയിൽ തോക്കുമെന്ന് വിചാരിച്ചിട്ടാ ഉടനെ കോൺഗ്രസ്സുകാർ അവിടെ കൊടിയും പിടിച്ചുകൊണ്ട് വാരണാസിയിൽ നിന്ന് ഒളിച്ചോടുന്നു. പിന്നെ മോഡി എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എന്താണ് എനിക്കറിയാവുന്ന കാര്യം ഞാൻ താങ്കളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം സൗത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മത്സരിക്കാൻ ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തീരുമാനമായിരുന്നു. കേരളത്തിലെ നേതാക്കന്മാർ നേരത്തെ അദ്ദേഹത്തോട് വയനാട് ചോദിച്ചതാണ്, അദ്ദേഹം നോ എന്ന് പറഞ്ഞു. പക്ഷേ എവിടെയെങ്കിലും മത്സരിക്കണമെന്നുണ്ടെന്ന് അദ്ദേഹം ഹൈക്കമാൻഡ് 3 KPCC പ്രസിഡന്റുമാരുടെ അഭിപ്രായം ചോദിച്ചു. കർണാടക, തമിഴ്നാട്, കേരള. അപ്പോൾ ആദ്യം ട്വീറ്റ് ചെയ്ത സിദ്ധാരാമയ്യയാണ്, കർണാടകയിലെ നേതാവ്. അദ്ദേഹം പറഞ്ഞു സ്വാഗതം രാഹുൽ, വെൽക്കം, കർണാടകയിലേക്ക് സ്വാഗതം ചെയ്തു. അവിടെ ബിദർ, മറ്റൊരു എനിക്ക് തോന്നുന്നു ചിക്കമംഗളൂർ, ഉടുപ്പി ചിക്കമംഗളൂർ ആണെന്ന് തോന്നുന്നു, ബിദറാണ് പ്രധാനമായിട്ട് നോക്കിയത്. തമിഴ്നാട്ടിൽ ശിവഗംഗ നോക്കി. സ്വാഭാവികമായിട്ടും ഇദ്ദേഹവുമായിട്ട് DMK-യുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജയിക്കാൻ പറ്റുന്ന പിന്നെ ഒരു മണ്ഡലം എന്ന ചിദംബരത്തിനെയും അത്തരം ഒരു കേന്ദ്രമാണ്, അത് നോക്കുന്നു. കേരളം നോക്കുമ്പോൾ ഇവർ വയനാട് നോക്കുന്നു. കേരളത്തിലെ നേതാക്കൾ അതിനകത്ത് കുറച്ച് താല്പര്യം എടുക്കുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലൊരു ചർച്ച വന്നത്. ഇപ്പോഴും തീരുമാനമായോ എന്ന് എനിക്കല്ല. അങ്ങനെയാണ് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളൊരു കാര്യം വന്നത്. പിന്നെ കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ്, അല്ല സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് മത്സരിക്കേണ്ടത് നമ്മളല്ലല്ലോ പറയേണ്ടത്. ആ പാർട്ടിക്ക് അവിടേതായ ഒരു സംവിധാനമുണ്ട്. അവർക്ക് കിട്ടുന്ന വിവരങ്ങളുടെയും അതിൻ്റെ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്നുള്ളത് അവർക്ക് തീരുമാനിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ ഇന്നലെ ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവന കണ്ടു. ഇപ്പോൾ ബൈറ്റ് കണ്ടത് SRPD ആണോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ SRPD ബൈറ്റ് കണ്ടെന്നു. ചെക്കൂട്ടി പറയുന്നു ആരോടാണ് മത്സരം, ആരാണ് എതിരാളി. പിന്നെ ചെക്കൂട്ടി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ തിരസ്കരിക്കുകയല്ല. അദ്ദേഹം പറഞ്ഞു ത്രിപുരയിലും ബംഗാളിലും തകർന്നു കിടക്കുന്ന ഒരു CPM അതിനെ വീണ്ടും കേരളത്തിലും തകർക്കാനാണോ വരുന്നത്? ഇപ്പോൾ CPM-നെ രക്ഷിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുണ്ടോ? ത്രിപുരയെ തകർന്നു, ആരുടെ കുറ്റം കൊണ്ട്? അത് രാഹുൽ ഗാന്ധിയായിട്ടാണോ? ബംഗാളിൽ കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ തകർന്നത്? അപ്പോൾ കേരളത്തിൽ രക്ഷിച്ചെടുക്കേണ്ട ഒരു ദൗത്യം നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെ ഏൽപ്പിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, വേറൊരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ അതായത് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ വാക്ക് ദേശീയ സാഹചര്യങ്ങളുടെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? അപ്പോൾ നൽകുന്ന സന്ദേശം എന്താണ്? ആദ്യം കോൺഗ്രസ് അല്ലേ അഖിലേന്ത്യാ തലത്തിൽ കഴിവുള്ളിടത്തോളം CPM-നും CPI-ക്കും മറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്കും കഴിവുള്ള സ്ഥലങ്ങളിലെല്ലാം, സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഐക്യം വേണമെന്ന് പറഞ്ഞത് ആരാ? അതിനെ അട്ടിമറിച്ചത് ആരാ? ശരിയാണ്. സീതാറാം യെച്ചൂരി ഇത്തരത്തിലുള്ള ഒരു നീക്കുപോക്കിനോ ധാരണയ്ക്കോ വേണ്ടി നിന്നപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ സഹായത്തോടുകൂടി ഇതിനെ അട്ടിമറിച്ചത് കേരളത്തിലെ CPM സഹാക്കളല്ലേ? എന്നിട്ട് അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ രക്ഷപ്പെടുത്തണം അദ്ദേഹം എന്ന് പറയുന്നത് ശരിയാകില്ല. അത് ഞാൻ ഒറ്റ വാചകം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ. കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് മത്സരം. അവിടെ സിദ്ദിഖിനെ നിർത്തുന്നു. സിദ്ദിഖിനെ മാറ്റിയിട്ട് രാഹുൽ ഗാന്ധി വരുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ വേറൊരു സ്ഥാനാർത്ഥി വരുന്നു. ഇതല്ലെങ്കിൽ ബംഗാളിൽ പോലും ധാരണകൾ തകരുക ഉണ്ടായത്. അപ്പോൾ ഇവിടെ ആരാണ് പിന്നെ എതിരാളി? കോൺഗ്രസിൻ്റെ എതിരാളി BJP അല്ലാതെ ആരാ? കേരളത്തിൽ മാത്രമുള്ള LDF സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ നടപടിക്കാണ്. ശ്രീലാൽ, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ NP ചേക്കുട്ടി കൈ ഉയർത്തുന്നുണ്ട്. ശ്രീ NP ചേക്കുട്ടി, ആ ചോദ്യങ്ങളൊക്കെ പ്രസക്തമായവയല്ലേ? അതെ. അല്ല, ഞാൻ ഒരൊറ്റ കാര്യം വളരെ ക്ലിയറാണ്. കേരളത്തിലെ CPM-നെ കോൺഗ്രസ് രക്ഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. CPM അങ്ങനെ ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല. പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രധാനപ്പെട്ട മത്സരം ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയ, ഹിന്ദുത്വ രാഷ്ട്രീയവും മതേതര രാഷ്ട്രീയവും തമ്മിലൊരു മത്സരമാണ്. ആ മത്സരമാണ്, അതിൻ്റെ യഥാർത്ഥ റെപ്രസെൻറ്റേറ്റീവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പാരമ്പര്യങ്ങളുടെ ഏറ്റവും ശക്തനായ വക്താവാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം എവിടെ മത്സരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ടത് ഇന്ത്യയിലെ വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അതിന് പകരം ഇടതുപക്ഷത്തിൻ്റെ മതേതര സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷിക്കെതിരായിട്ട് അദ്ദേഹം മത്സരിക്കുന്നത് വഴി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫോക്കൽ പോയിന്റിനെ ആകെ ചെതറിച്ച് കളയും. ഈ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധാരയെ, ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്, ഇതൊരു ഐഡിയോളജിക്കൽ മത്സരമാണ്. ആ ഐഡിയോളജിക്കൽ മത്സരത്തൊക്കെ മാറ്റി വെറും വിജയത്തിൻ്റെ ഇഷ്യൂ ആക്കി മാറ്റുക പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ തകർത്തുന്ന ഒരു പ്രവണതയാണ്. വളരെ വ്യക്തമായ ഒരു പോയിന്റാണ് അത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീലാൽ, പക്ഷേ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് മത്സരിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നത് വിജയസാധ്യത. അദ്ദേഹത്തിന് വലിയ സമയമൊന്നും മെനക്കെടാതെ തന്നെയും വിജയിച്ചു പോകാനാകും. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാനുമാകും. അതായിരിക്കുമോ
അദ്ദേഹത്തെ കാര്യത്തിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. സനീഷ്, ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഇന്ദിരാഗാന്ധിയിൽ തുടങ്ങി കഴിഞ്ഞ തവണ നരേന്ദ്രമോദി മത്സരിച്ചു. ശ്രീ സണ്ണിക്കുട്ടി ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ഗുജറാത്തിലും അതോടൊപ്പം തന്നെ UP യിൽ മത്സരിക്കുന്നു. ഗുജറാത്തിൽ 26 സീറ്റ്. ഈ സീറ്റുകൾ നരേന്ദ്രമോദി അവിടെ മത്സരിച്ചതുകൊണ്ടും നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്നതുകൊണ്ടും ആ സീറ്റുകളെല്ലാം തന്നെ മൊത്തമായി തന്നെ BJPക്ക് ലഭിച്ചു. ഇനി UP യിലേക്ക് വന്നാൽ 80 സീറ്റുള്ള UP യിലാണ് നരേന്ദ്രമോദി പോയി രണ്ടാമത് മത്സരിച്ചത് വാരണാസിയിൽ. അവിടെ ആ മത്സരം കൊണ്ടുണ്ടായ ഗുണം 70-ലധികം സീറ്റുകൾ 70-ലധികം സീറ്റുകൾ BJPക്ക് നേടാനായി. ഇവിടെ 20 സീറ്റുള്ള കേരളത്തിൽ മത്സരിക്കണമോ 28 സീറ്റുള്ള കർണാടകത്തിൽ മത്സരിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യമാണ് ഉയരുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് കൊണ്ട് ഈ 20 സീറ്റുകളിൽ ആകെ 20 പിടിച്ചാലും അതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാകുന്നത്? 80 സീറ്റുള്ള UP യിൽ നരേന്ദ്രമോദി പോയി മത്സരിച്ചതിൻ്റെ അതേ ഒരു ഗുണം ഉണ്ടാകുമോ? ഈ ചോദ്യമാണ് ഇവിടെ വരുന്നത്. അതാണ് ഞാൻ താങ്കളാണ് അവസാനിപ്പിക്കുക ഈ ചർച്ച. അതിന് മുമ്പ് ശ്രീ ജേക്കബ്, നേരത്തെ NP ചേക്കുട്ടി ഐഡിയോളജിക്കൽ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നു. ആ തരത്തിലുള്ള ചോദ്യം നമുക്കറിയാവുന്ന രാഹുൽ ഗാന്ധി, സമീപകാലത്ത് രാഷ്ട്രീയമായിട്ട് നല്ല ഊർജ്ജം പ്രസരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യമായിരിക്കുമോ അത്? അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ ആ തരത്തിൽ എന്തെങ്കിലും അഭംഗി കൂടുതലായിട്ട് കാണാനുണ്ടോ? എക്സാക്ട്ലി എൻ്റെ പോയിന്റ് അതാണ്. എൻ്റെ പോയിന്റ് അത് തന്നെയാണ്. ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞത് തന്നെയാണ്. അതായത് വാരണാസിയിൽ പോയി നരേന്ദ്രമോദി മത്സരിക്കുമ്പം അദ്ദേഹം ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൊണ്ടുപോയി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അവിടെ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള സന്ദേശം ഹിന്ദി ഹൃദയഭൂമിയിൽ ചെന്ന് പറയുകയാണ് ചെയ്തത്. എന്താണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറയാൻ വേണ്ടി പോകുന്നത്? ഇവിടെ വന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തോടെ എതിർത്തുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തെയാണ് എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിക്കുമ്പോൾ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു മത്സരം നടത്തുമ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താ? അത് എനിക്കും കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത് അത് തന്നെയാണ്. നരേന്ദ്രമോദി ചെയ്തത് എന്താണെന്നുള്ളൊരു സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതേപോലെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കും. അതല്ലാതെ നിങ്ങളുടെ ഐഡിയോളജിക്കൽ ഫ്രണ്ട് ഈ കാര്യത്തിലെങ്കിലും നമ്മൾ മത്സരം എന്നുള്ളത് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. വളരെ നന്ദി. താങ്കൾക്ക് 1 മിനിറ്റ് എടുക്കാം. 1 മിനിറ്റ് രാജീവ് ദേവരാജിന് കൂടെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് താങ്കൾക്ക് പറയാനുള്ളത് വളരെ പെട്ടെന്ന്. അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഒരു കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഐഡിയോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചർച്ചയുടെ ഫോക്കൽ പോയിന്റിൽ മാറ്റം വരുന്നു എന്ന് പറയുന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജയിക്കോ പറഞ്ഞു എന്തുകൊണ്ടാണ്, ഞാനത് വിശദീകരിച്ചില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അദ്ദേഹം UP യിലേക്ക് പോയത്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിനോടുള്ള ആ ഒരു പ്രതിബദ്ധത കാണിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം UP യിലേക്ക് പോയത്. ഇവിടെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? കോൺഗ്രസ് ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു. BJP സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യ മാത്രമാണ് ഇന്ത്യ. അപ്പോൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് ദക്ഷിണേന്ത്യയെ കൂടെ ചേർത്ത് നിർത്താൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ JDS-ഉം കോൺഗ്രസും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ അവരെ കുറച്ചുകൂടെ ഭദ്രമാണെന്ന് കാണുന്നു. പിന്നെ ഇതിനകത്ത് വിന്നബിലിറ്റി ഉണ്ട്. കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാതെ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം വേണം. അതുകൊണ്ട് വയനാട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്തയും മറ്റും പറയുന്നവർ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത, അത് LDF-ന് ഗുണകരമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ്. ശരി രാജീവ്, ഈ ചർച്ച അവസാനിപ്പിക്കൂ. ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ മറ്റ് 19 മണ്ഡലങ്ങളിലും ഏത് വിധത്തിൽ UDF-ന് അനുകൂലമായ തരങ്ങൾ ഉണ്ടാകാൻ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായിക്കുമോ? ഇവിടെ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നങ്ങൾ, ആർക്കെതിരെ മത്സരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലാണ് തർക്കം നടക്കുന്നത്. അത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ പോലും രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ ഇവിടെ BJP നേരത്തെ എത്ര സീറ്റിലാണ് മത്സരിച്ച് വിജയിച്ചിരുന്നത്? രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നതോടുകൂടി അവരുടെ എത്ര സീറ്റിൽ ഇനിയുള്ള ജയസാധ്യത നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അത് മാറ്റി നിർത്താം. പക്ഷേ അതിനു മുൻപ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾ കൈകാര്യം ചെയ്ത രീതി ശരിയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ വയനാട് സീറ്റിന് വേണ്ടി കോൺഗ്രസിലെ 2 ഗ്രൂപ്പുകൾ തമ്മിലടിക്കുന്നു. ഏറ്റവും അവസാനം A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി പിടിച്ചെടുത്ത് കാര്യങ്ങൾ എത്തുന്നു. T സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം അന്തരിച്ച MI ഷാനവാസിന്റെ, അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന MI ഷാനവാസിന്റെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നിയത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കണമെന്ന്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരത്തെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായും അല്ലെങ്കിൽ കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളുമായും തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളുമായും ആശയവിനിമയം നടന്നിരിക്കണം. അതെല്ലാം നടന്നതിന് ശേഷം പെട്ടെന്ന് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി, അല്ല സിദ്ദിഖ് പോരാ, പിടിച്ച പിടിയാലെ വാങ്ങിച്ച സ്ഥാനാർത്ഥിത്വം പോരാ എന്ന് തോന്നി രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന് ആദ്യം, അല്ലെങ്കിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി വരണമെന്ന് ആദ്യം പറഞ്ഞത് ഉമ്മൻചാണ്ടി തന്നെയാണ്. ഇവിടെ എവിടെയാണ് കോൺഗ്രസിൽ ഒരു ക്ലാരിറ്റി ഉള്ളത്?
ഇതിനകത്ത് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് വോട്ടർമാർക്ക് തോന്നിപ്പിക്കുന്നത് എവിടെയാണ്? ഇങ്ങനെയാണോ AICCയുടെ പ്രസിഡന്റിനെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ നേതാക്കൾ മുന്നൊരുക്കം നടത്തേണ്ടതും അല്ലെങ്കിൽ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടതും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി തോന്നുന്നത്. രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം മത്സരിക്കാൻ വന്നതിന് ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതോട് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഞാനിവിടെ അവസാനിപ്പിക്കണമെന്ന് കരുതിയാണ്. താങ്കൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അതോട് പ്രതികരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഞാനൊന്ന് ചോദിച്ചോട്ടെ സനീഷ, ഞാൻ എൻ്റെ ഒരു വളരെ നിഷ്കളങ്കമായാലും ചെറിയൊരു ചോദ്യം. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു AICC പ്രസിഡന്റിനെ മുൻനിർത്തി ഉമ്മൻചാണ്ടിയും രമേശും മുല്ലപ്പള്ളിയൊക്കെ രാഷ്ട്രീയം കളിക്കും എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിപൂർവമാണ്, എത്രത്തോളം യുക്തിഭദ്രമാണെന്നുള്ളത് ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള പ്രശ്നത്തിനപ്പുറം ഗ്രൂപ്പ് കളിക്കുന്നു. രാഹുൽ ഗാന്ധി വരുമെന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി വെച്ച് ഗ്രൂപ്പ് കളിക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിഭദ്രമാണ്? അത് ഒരു കാര്യമുള്ളത്, ഈ പ്രഖ്യാപനം നടത്തേണ്ടിരുന്നത് AICC അല്ലേ? ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയായിരുന്നോ ഈ പ്രഖ്യാപനം നടത്തേണ്ടത്? അവർ പ്രഖ്യാപിച്ചില്ലല്ലോ ശ്രീലാലെ, അവരാരും പ്രഖ്യാപിച്ചില്ല ശ്രീലാൽ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങൾ ഇന്നലെ അവരുടെ വാചകങ്ങൾ സ്വീകരിക്കൂ. ഇവിടുത്തെ ചാനലുകൾ അത് ഏറ്റെടുക്കുന്നു. അവർ പറഞ്ഞത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പോസിറ്റീവായ ഒരു മറുപടി കിട്ടും എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. താങ്കൾ പറയുന്നത് മുഖവിൽ അല്ലല്ല, അതാണ് പറഞ്ഞത്, അല്ലാതെ അദ്ദേഹം മത്സരിക്കുന്ന ആരും പറഞ്ഞില്ല. ഉപകരണമാക്കുമോ എന്ന ചോദ്യം കോൺഗ്രസ് ആളുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആളുകൾക്ക്, രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആളുകൾക്ക് അത്തരമൊരു ചിന്തയുണ്ട് എല്ലാ ഭാഗത്തുമുള്ള കേരളത്തിലെ ആളുകൾക്ക്. പക്ഷേ അപ്പോഴും PC ചാക്കോയുടെ ബൈറ്റിനകത്ത്, ആ പ്രസ്താവനക്കകത്ത് ഒരു അതൃപ്തി നിഴലിക്കുന്നു എന്നത് ഈ പ്രഖ്യാപനത്തിന് ശേഷം ഒരു ഗ്രൂപ്പ് പ്രശ്നമുണ്ട് എന്ന കാര്യം സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യം താങ്കൾ എതിർക്കുകയില്ലാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശ്രീ NP ജയക്കുട്ടി, ശ്രീ KJ ജേക്കബ്, രാജീവ് ദേവരാജ്, TJ ശ്രീലാൽ. ഈ ചർച്ച പൂർണ്ണമാവുകയാണ്. നമ്മൾ 10 മണ്ഡലങ്ങൾ ഇന്ന് പരിശോധിച്ച് പോകണമെന്നാണ് കരുതിയത്. പക്ഷേ 9 എന്നതിലേക്ക് നിൽക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ് നമ്മുടെ കുറേ സമയത്തെ അപഹരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അടുത്ത ആഴ്ച പത്തനംതിട്ട കൂടെ പരിശോധിക്കപ്പെടും. ആരാണ് മുന്നിൽ എന്നതായിരുന്നു നമ്മുടെ ഓരോ മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ തെരഞ്ഞെടുപ്പിന് ഇത്രമാത്രം ദിവസങ്ങൾ ഉണ്ടായിരിക്കെ ഒരു പ്രവചനം നടത്തി ഇന്നയാൾ വിജയിക്കും എന്ന് പറയുകയായിരുന്നില്ല. പക്ഷേ അതിനകത്ത് പ്രവചന സ്വഭാവം സ്വാഭാവികമായിട്ടും ഈ ചർച്ചയ്ക്ക് ഉദ്ദേശിച്ചിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിന് ഉതകുന്ന വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ഒടുവിൽ സംസാരിച്ച് നിർത്തിയ ഈ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വരവ് ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റാൻ ഉതകുന്നതായിരിക്കും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കം കൂടെ ആരാണ് മുന്നിൽ എത്തുക എന്ന കാര്യത്തോട് കൂട്ടിച്ചേർക്കാവുന്ന കാര്യമായിരിക്കുമെന്ന കാര്യം കൂടെ ഓർമ്മയിൽ വെക്കണം. അടുത്തയാഴ്ച ഇലക്ഷൻ മെഗാ ഷോ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ വിശദാംശങ്ങളും വിശകലനങ്ങളുമായിട്ട് വരാം. നമസ്കാരം.